വെറും 13 ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഒരു യുദ്ധമുണ്ട്. ഓപ്പറേഷൻ കാക്ടസ് ലില്ലി. ചരിത്രത്തിൽ ഒരു യുദ്ധവും വെറും 13 ദിവസം കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഒരു പുതിയ രാജ്യം രൂപപ്പെടാൻ കാരണമായിട്ടുമില്ല. എന്നാൽ ആ യുദ്ധത്തിൽ അത് രണ്ടും സംഭവിച്ചു. വെറും 13 ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധവീര്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കി. അതോടൊപ്പം ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യത്തിനും ഇന്ത്യ അന്ന് തറക്കല്ലിടുകയും ചെയ്തു. ഇന്ത്യൻ ആർമിയും റോയും സംയുക്തമായി നടത്തിയ എക്കാലത്തെയും വലിയ സൈനിക നീക്കമായിരുന്നു അത്. ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ കാക്ടസ് ലില്ലി. ആ യുദ്ധത്തിന്റെയും ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെയും ആവേശകരമായ കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ത്യൻ ആർമിക്ക് മറ്റൊരു സൈന്യത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. അത് അവർ എപ്പോഴും യുദ്ധസജ്ജരാണ് എന്നുള്ളതാണ്. അവർക്ക് വേറെ പരിശീലനങ്ങളോ അഭ്യാസങ്ങളോ ഒരു യുദ്ധ സാഹചര്യം വന്നാൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ആർമിയെ പോലെ നിരന്തരം ഒരു ഏറ്റുമുട്ടൽ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന മറ്റൊരു ആർമി ലോകത്തിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് സൈനിക ബലത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് 4-ാം സ്ഥാനമാണ്. പക്ഷെ യുദ്ധ പരിചയത്തിൽ 1-ാം സ്ഥാനം തന്നെ നമ്മുടെ സൈനികർക്ക് നൽകേണ്ടി വരും. ജീവൻ നഷ്ടമാകുമെന്ന് ഉറപ്പുള്ള സമയത്തും തിരിഞ്ഞോടാത്ത ലോകത്തിലെ ഒരേ ഒരു സംഘമാണ് നമ്മുടെ ആർമി. ഇന്ത്യൻ സൈന്യത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലായ 1971 കാക്ടസ് ലില്ലി പോരാട്ടത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. 1971 ചരിത്ര പ്രസിദ്ധമായ ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയിലേക്ക് ഇന്ത്യയെ നയിച്ചത് അയൽ രാജ്യത്തുണ്ടായ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മേൽ വന്ന കടുത്ത ഭീഷണിയുമായിരുന്നു. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ പാക് ഭരണകൂടം അഴിച്ചുവിട്ട ക്രൂരമായ അടിച്ചമർത്തലുകളാണ് ഈ യുദ്ധത്തിന്റെ വിത്തുപാകിയത്. 1970 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ജനകീയ നേതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പാർട്ടി ഭൂരിപക്ഷം നേടിയിട്ടും അധികാരം കൈമാറാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം തയ്യാറായില്ല. പകരം അവർ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ ക്രൂരമായ വംശഹത്യ ആരംഭിച്ചു. ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ക്രൂരതയ്ക്കിരയാവുകയും ചെയ്തതോടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് അഭയം തേടി ഒഴുകാൻ തുടങ്ങി. വെറും മാസങ്ങൾക്കുള്ളിൽ 1 കോടിയോളം അഭയാർത്ഥികളാണ് ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയത്. ഇത്രയും വലിയൊരു ജനവിഭാഗത്തിന് ഭക്ഷണവും പാർപ്പിടവും നൽകുക എന്നത് സാമ്പത്തികമായും സാമൂഹികമായും ഇന്ത്യക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ പരിഹരിക്കാൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആഗോള നേതാക്കളോട് അഭ്യർത്ഥിച്ചെങ്കിലും ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാന്റെ ക്രൂരതയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് ഉണ്ടായത്. ഇതോടെ ഇന്ത്യ സ്വയം പ്രതിരോധത്തിനായി യുദ്ധത്തിനൊരുങ്ങാൻ തുടങ്ങി. അതിർത്തികളിൽ പാക് സൈന്യം ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1971 ഡിസംബർ 3 വൈകുന്നേരം ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ അപ്രതീക്ഷിതമായ വ്യോമാക്രമണം നടത്തി. ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ച ആ നിമിഷം ഇന്ത്യ തങ്ങളുടെ കരുത്ത് കാട്ടാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ യുദ്ധം എന്നാൽ സൈനിക കരുത്ത് മാത്രം കാട്ടാനുള്ള ഒരു വേദിയല്ലെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു. അതിന് കൂർമ്മ ബുദ്ധിയും ആവശ്യമാണ്. യുദ്ധം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുൻപ് തന്നെ റോ കിഴക്കൻ പാകിസ്ഥാനിലെ സ്വതന്ത്ര സമര സേനാനികളായ മുക്തിബാഹിനി ഗറില്ലകൾക്ക് രഹസ്യമായി ആയുധങ്ങളും മികച്ച പരിശീലനവും നൽകി തുടങ്ങിയിരുന്നു. പാക് സൈന്യത്തെ ഉള്ളിൽ നിന്ന് തളർത്തുകയായിരുന്നു ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യം. ഇതിന്റെ ചുമതല ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിനായിരുന്നു. ഈ ഓപ്പറേഷനെ പ്രത്യേകമായി ഓപ്പറേഷൻ കാക്ടസ് എന്ന് വിളിച്ചു. ഇതേ സമയം പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം മറ്റൊരു നീക്കവും നടത്തി. ഇതിന്റെ പേരാണ് ഓപ്പറേഷൻ ലില്ലി. അങ്ങനെ ശക്തിയും ബുദ്ധിയും കോർത്തിണക്കി 1971 ഡിസംബർ 3 വൈകുന്നേരം ഇന്ത്യ ആഞ്ഞടിച്ചു. അതിർത്തികളിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വേഗതയിലും കരുത്തിലുമായിരുന്നു ഇന്ത്യൻ സായുധ സേനയുടെ പ്രത്യാക്രമണം. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ അടിച്ചമർത്തിയ പാക് സേനയ്ക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒരൊറ്റ മനസ്സോടെ കൈകോർത്തു. കാക്ടസ് ലില്ലി എന്ന ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ സൈന്യം ശത്രുവിന്റെ കോട്ടകളിലേക്ക് ഇരച്ചു കയറി. കിഴക്കൻ അതിർത്തിയിൽ ശത്രുവിനെ വരിഞ്ഞു മുറുക്കാൻ ഇന്ത്യൻ ജനറൽമാരും സൈനികരും കാട്ടിയ യുദ്ധതന്ത്രങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. ഇന്ത്യൻ വ്യോമസേന പാക് ആകാശത്തെ കീഴ്പ്പെടുത്തി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ നാവികസേന കടലിലൂടെയുള്ള ശത്രുവിന്റെ എല്ലാ വഴികളും അടച്ചുപൂട്ടി. കരസേനയാകട്ടെ നദികളും ചതുപ്പുകളും നിറഞ്ഞ ദുർഘടമായ പാതകളെ വകഞ്ഞുമാറ്റി മിന്നൽ വേഗത്തിൽ മുന്നേറി. പാക് സൈന്യത്തിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെയായിരുന്നു ഇന്ത്യൻ ജവാന്മാരുടെ ഓരോ നീക്കവും. ഒടുവിൽ ഇന്ത്യൻ പടയാളികളുടെ രണവീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പാക് സൈന്യം പൂർണ്ണമായും തകർന്നുപോയി. 1971 ഡിസംബർ 16 പാകിസ്ഥാൻ ജനറൽ AK നിയാസി 93,000 പാക് സൈനികരുമായി ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ നിരുപാധികം കീഴടങ്ങി.
ലോക ചരിത്രത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു ഇത്. ഈ വിജയത്തോടെ കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെടുകയും ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യം ലോക ഭൂപടത്തിൽ ജനിക്കുകയും ചെയ്തു. 13 ദിവസത്തിൽ ഇന്ത്യ അവസാനിപ്പിച്ച കാക്ടസ് ലില്ലി പോരാട്ടത്തിൽ ആവേശകരമായ പല അധ്യായങ്ങളുമുണ്ട്. അതുകൂടി പരാമർശിച്ചാൽ മാത്രമേ ആ പോരാട്ടത്തിന്റെ മഹത്വം പൂർണ്ണമാകൂ. കാക്ടസ് ലില്ലി ഓപ്പറേഷന്റെ ത്രസിപ്പിക്കുന്ന ഒരു അധ്യായമാണ് രാജസ്ഥാൻ അതിർത്തിയിലെ താർ മരുഭൂമിയിൽ നടന്ന ലോങ്ങേവാല പോരാട്ടം. ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ അധ്യായങ്ങളിൽ ഒന്നാണത്. കേവലം 120 ഇന്ത്യൻ സൈനികർ പാകിസ്ഥാന്റെ 2000-ലധികം വരുന്ന സൈന്യത്തെയും 100ഓളം ടാങ്കുകളെയും ഒരു രാത്രി മുഴുവൻ തടഞ്ഞു നിർത്തിയ അവിശ്വസനീയമായ ഒരു പോരാട്ടമായിരുന്നു അത്. ലോങ്ങേവാല പോരാട്ടത്തെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. 1971 യുദ്ധഭൂമിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളും ഒരേ സമയം ശത്രുവിനെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ ചില മിന്നൽ നീക്കങ്ങൾ ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയെ കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട്. അതിൽ മറ്റൊന്നാണ് കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റ്. ഡിസംബർ 4 രാത്രിയിൽ കറാച്ചിയിലെ പാക് നാവികസേന ആസ്ഥാനത്തേക്ക് മിസൈൽ ബോട്ടുകളുമായി ഇന്ത്യൻ കപ്പലുകൾ ഇരച്ചു കയറി. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് നടത്തിയ ആ അപ്രതീക്ഷിത ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പ്രമുഖ യുദ്ധക്കപ്പലുകളും തകർന്നു. ഇവരുടെ പ്രധാന ഇന്ധന സംഭരണശാലകൾ ദിവസങ്ങളോളം കത്തിയമർന്നു. കടലിൽ ഇന്ത്യ നേടിയ ഈ സമ്പൂർണ്ണ ആധിപത്യം ശത്രുവിന്റെ ആത്മവിശ്വാസം പാടെ തകർത്തു കളഞ്ഞു. മറ്റൊരു അവിശ്വസനീയമായ സംഭവം കിഴക്കൻ മുന്നണിയിൽ നടന്ന തങ്കയിൽ എയർഡ്രോപ്പാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാരാ ട്രൂപ്പർ ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു ഇത്. ഡിസംബർ 11 ഇന്ത്യൻ വ്യോമസേനയുടെ 50ഓളം വിമാനങ്ങൾ ഒന്നിച്ച് പറന്നുയർന്ന് തങ്കയിൽ മേഖലയിൽ 800-ലധികം ഇന്ത്യൻ പാരച്യൂട്ട് സൈനികരെ ഒരൊറ്റ മിനിറ്റിൽ ശത്രുപാളയത്തിന് തൊട്ടു പിന്നിലായി ഇറക്കി. ഇത് കണ്ട് ഭയന്നുപോയ പാക് സൈന്യം കരുതിയത് തങ്ങളെ വളയാൻ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ എത്തിക്കഴിഞ്ഞു എന്നാണ്. ഈ മിന്നൽ നീക്കത്തോടെ ധാക്കയിലേക്കുള്ള പാക് സൈന്യത്തിന്റെ പിൻവാങ്ങൽ വഴികൾ പൂർണ്ണമായും അടയുകയും അവർക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലാതാവുകയും ചെയ്തു. ഇതേ സമയം ആകാശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ ഒരു നീക്കം കൂടിയുണ്ടായി. ഡിസംബർ 14 ധാക്കയിലെ ഗവൺമെന്റ് ഹൗസിൽ പാക് ഉദ്യോഗസ്ഥരുടെ അതീവ രഹസ്യമായ ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം കൃത്യമായി ചോർത്തിയെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 വിമാനങ്ങൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് നേരെ കൃത്യതയാർന്ന റോക്കറ്റ് ആക്രമണം നടത്തി. കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണതോടെ പ്രാണരക്ഷാർത്ഥം ബങ്കറുകളിലേക്ക് ഓടിയ കിഴക്കൻ പാകിസ്ഥാൻ ഗവർണർ AM മാലിക് ഭയന്നു വിറച്ച് ആ നിമിഷം തന്നെ തന്റെ രാജിക്കത്തിൽ ഒപ്പുവെച്ചു. അതുപോലെ തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിലെ ബസന്തർ യുദ്ധത്തിൽ കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേദർപാൽ കാട്ടിയ വീര്യം ഇന്ത്യക്ക് കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല. തന്റെ ടാങ്ക് ശത്രുവിന്റെ ആക്രമണത്തിൽ തകർന്നിട്ടും പിന്മാറാൻ ആവശ്യപ്പെട്ട കമാൻഡറോട് എന്റെ തോക്കുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ ശത്രുവിനെ തകർക്കുക തന്നെ ചെയ്യും എന്ന് മറുപടി നൽകി. അദ്ദേഹം പോരാട്ടം തുടരുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകൾ തകർത്ത അരുൺ ഖേദർപാലിന്റെ ധീരതയ്ക്ക് രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ചു. ഇത്തരത്തിൽ രാജ്യം മറന്നുകൂടാത്ത ഒട്ടനേകം പോരാട്ടങ്ങൾ നിറഞ്ഞതാണ് ഓപ്പറേഷൻ കാക്ടസ് ലില്ലി. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഈ മഹത് വിജയം കേവലം ഭൂപടത്തിലെ അതിരുകൾ മാറ്റിമറിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു. വെറും 13 ദിവസത്തെ പോരാട്ടത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ക്രൂരമായ വംശഹത്യയിൽ നിന്ന് മോചിപ്പിച്ച ഓപ്പറേഷൻ കാക്ടസ് ലില്ലി മാനവികതയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവ് കൂടിയായിരുന്നു. ശത്രുവിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞ് രാജ്യം നേടിയ ഈ സുവർണ വിജയം ഭാരതത്തിന്റെ സൈനിക ശക്തിയുടെയും പരമാധികാരത്തിന്റെയും ഉജ്ജ്വലമായ പ്രതീകമായി ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുക തന്നെ ചെയ്യും. വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.